നമസ്കാരം. ഒരു പുതിയ വീഡിയോ. ഹൈ റിച്ചിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരു പുതിയ ന്യൂസ് ഉണ്ട് മനോരമ ന്യൂസിൽ ഒരു വാർത്തയാണ്. വാർത്തയിൽ നിങ്ങൾക്കൊക്കെ പലരും മുമ്പേ ഹൈ റിച്ചിനെ കുറിച്ച് വാർത്തകൾ കാണുന്ന ആളുകളാണെങ്കിൽ പരിചയമുള്ള ഒരു സ്ത്രീ തന്നെയുണ്ട്. ഒരു വികലാംഗിയായിട്ടുള്ള ഒരു സ്ത്രീ. പുള്ളിക്കാരിയുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഡിപ്പാർട്ട്മെൻറ്റിൽ എറണാകുളത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കേസ് കൊടുക്കുന്നതിൻ്റെ വാർത്തയൊക്കെ വന്നായിരുന്നു. അതിനുശേഷം ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അതിന് ഈ പുള്ളിക്കാരി റെസ്പോണ്ട് അങ്ങനെ ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടായ കുറച്ച് നാൾ മുമ്പ് അറിയാമല്ലോ. അപ്പം അവിടെ പോയി കേസ് കൊടുത്താൽ എവിടെ എറണാകുളത്ത്. അപ്പോൾ ആ ആളുടെ വിഷയമാണ്. അവിടെ ആ കേസ് എടുത്തില്ലെന്ന് അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലേ. ഓക്കെ, ആ വിഷയത്തിൽ പുതിയൊരു വാർത്ത വന്നു. വാർത്ത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അന്നേ വരേണ്ട വാർത്തയാണ്. എന്തുകൊണ്ട് ഇത്ര ലേറ്റായി പോയി എന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്. അപ്പോൾ ഈ വാർത്തയൊക്കെ ആര് കൊടുക്കുന്നു എന്നുള്ളതിനൊക്കെ ഇനിയിപ്പോൾ ഇതിനകത്ത് തെളിവൊന്നും വേണ്ട. ഇതൊക്കെ തന്നെ ക്ലിയറാണ്. ഈ ഇവന്മാരുടെ കാര്യങ്ങൾ, ഇവന്മാർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം ന്യൂസ് ചാനലുകളിൽ അപ്പം തന്നെ വാർത്തയായിട്ട് വരുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ പറയാതിരിക്കുന്നത്? ഈ ചിലരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ എന്തോ ദൈവങ്ങളാണെന്നുകൊണ്ടാണ്. അങ്ങിപ്പോൾ അവർ പറയുന്നതെല്ലാം പിന്നെ ശരി, 100% ശരി, ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം തെറ്റ്. ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലും എന്ത് വിടുവായത്തരം പറഞ്ഞാലും അത് ശരി, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മരമോന്തുകളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാത്ത ആളുകൾ ഈ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ഞാൻ പണ്ടേ പറയുന്നുണ്ട്, നമ്മൾ കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ മുമ്പേ പറയുന്നുണ്ട്. അത് തന്നെയാണ് കാരണം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയുടെ വിഷയം എന്ന് പറയുന്നത് ഈ സ്ത്രീ ഹൈറിച്ചിനെ പൂട്ടിക്കുക എന്നുള്ള അല്ല. അത് ഇപ്പോൾ അങ്ങനെ ആയിരിക്കും. കാരണം ഇവരിപ്പം നെഗറ്റീവ്, ഇപ്പോഴല്ല മുമ്പേ നെഗറ്റീവ് ഗ്രൂപ്പ്, ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അതിൽ സ്ഥിരമായിട്ട് ഹൈറിച്ച് ഒളികൾ എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരെയും അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ആളുകളാണ്. അപ്പം അതായത് ഈ നെഗറ്റീവ് സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പിൽ അവന്മാർ പറയുന്നതിന് അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. അന്ന് വെച്ചാൽ ഹൈറിച്ചിനെ പൂട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണിപ്പോൾ. അപ്പോൾ അന്ന് കേസ് കൊടുക്കാൻ പോകുമ്പം പുള്ളിക്കാരിക്ക് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, ചെയ്യാൻ പറ്റുക, എന്താണ് ഈ കമ്പനി സംഭവിക്കുന്നത് എന്ന്. ഇവന്മാർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഈ വിടുവായ ഗ്രൂപ്പിൽ, ഈ കുൽസിക ഗ്രൂപ്പിൽ കിടന്നിട്ട് ഇവന്മാരുടെ ഈ നസീറിൻ്റെയൊക്കെ ആ ഒരു കോഞ്ഞ ശബ്ദത്തിലുള്ള ഒന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഡയലോഗ് അടിക്കുമല്ലോ, ഈ ഡയലോഗിലൊക്കെ ഇങ്ങനെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് അപ്പം ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ അവർക്ക് ഈ പൈസ കിട്ടാൻ വേണ്ടിയാണല്ലോ കേസ് വേണ്ടി പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഇവരുടെ വിചാരം ഈ കേസ് അങ്ങോട്ട് വേഗം ചെന്ന് കൊടുക്കുന്നു, അങ്ങനെ എങ്ങാനും വിചാരിച്ച് കാണുമായിരിക്കും. കേസ് അങ്ങ് പോലീസ് ചെന്ന് കൊടുത്താൽ അപ്പം തന്നെ എല്ലാം കൂടെ പ്രത്യേകം കിട്ടുമെന്ന്. ഒന്നുമില്ല, അങ്ങനെയൊക്കെ അതൊക്കെ തോന്നലാണ്. കാരണം അപ്പോൾ അതവർക്കും അറിയാം, ഈ പോലീസുകാർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവരുടെ വിഷയം ഇതാണ്, ഈ കമ്പനിയുടെ കേസൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത്. ഈ പോലീസിന് ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ആ പോലീസുകാർക്കും മറ്റുള്ള ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മറ്റാളുകളെയും ഹൈറിച്ചിലെ ഇവർക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ആളെ വിളിച്ചു കാണും. അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് വിഷയങ്ങൾ, ഇങ്ങനെ പൈസ കൊടുത്ത് കിട്ടുന്ന വിഷയത്തിൽ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അവരുടെ വിഷയം എന്താണ്? പൈസ കിട്ടുക എന്നുള്ളതായിരുന്നു അന്നത്തെ വിഷയം. അവർക്ക് പൈസ കിട്ടാനായിരുന്നു ഈ കേസ്. കേസ് കൊടുത്താൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ കേസിന് പോയത്. അപ്പോൾ കേസ് കൊടുത്താൽ അതിൻ്റെ പുറകെ നടക്കില്ല, പൈസ ഒന്നും കിട്ടത്തില്ല എന്നുള്ളത് ഈ കേസ് എടുക്കുന്നവർക്കും അറിയാം, ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇവരുടെ പ്രശ്നങ്ങളും വയ്യാകിയൊക്കെ കണ്ടിട്ട് അന്ന് എന്ത് ചെയ്തു, ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യാം ഇവർക്ക് വേണ്ടി, അല്ല എല്ലാവരുടെയും കാര്യമല്ല, ഇവരുടെ ഒരവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇവരത് വളരെ വിഷമത്തോടെ പറഞ്ഞതുകൊണ്ട് അന്ന് അതിൻ്റെ പേരിൽ ഇവർക്ക് എന്ത് ചെയ്യാം, സെറ്റിൽമെൻറ്റ്, ഇവരെ സെറ്റിൽ ചെയ്യാം. ഇവന്മാർ കുറച്ച് ലീഡർമാർ ഈ പൈസ ഇവരുടെ ടീമിൽപ്പെട്ട, ഇവരെ ജോയിൻ ചെയ്ത ടീമിൽപ്പെട്ട ആളുകളും അങ്ങനെയുള്ള കുറച്ച് പേരെല്ലാം കൂടി ഇവരുടെ വയ്യായ്ക തീരെ പ്രശ്നമാണ് അല്ലേ, ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു ഇത്ര നാളിനുള്ളിൽ അല്ലെ, കാരണം എല്ലാവരുടെ കയ്യിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ കുഞ്ഞുകൂടിയിരിക്കുമെന്നും അല്ലായിരിക്കും. കാരണം കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർക്ക് ഓരോ വിഷയങ്ങളുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് ഇവർക്കുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൈസ കൊടുക്കാം എന്നുള്ള ഒരു സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റ് എന്തോ ചെയ്തു ഇത്രാം തീയതിക്കുള്ളിൽ ചെയ്യാന്നുള്ളത്. കാരണം അപ്പോൾ അവർക്ക് അതൊരു ആശ്വാസമാവുമല്ലോ. അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ചെയ്തിട്ടോ എന്താണെന്ന് അറിയത്തില്ല. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു, ഇതാരുടെയോ വാക്ക് കേട്ട് ഇവരെന്ത് ചെയ്തു, കേസ് കൊടുക്കാൻ പോയി. ഇങ്ങോട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക്. ഇത് കമ്പനിയെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുക,
ഈ ഇവർക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യുക. കാരണം ഇവരുടെ വിഷയം ഇങ്ങനെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്, എല്ലാവരും ബുദ്ധിമുട്ടാണ്, പക്ഷേ അവർക്കൊരു ഇത്തിരി അവരുടെ കൈക്കാലിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും മറ്റൊക്കെ കണ്ട് മനസ്സിലാക്കി അവരോട് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. എല്ലാവരോടും ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് അത് ചെയ്യാമെന്ന് വെച്ചിട്ടും ഇവരെന്ത് ചെയ്തു, ഇവരുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കേട്ടിട്ടാണോ മറ്റാരുടെങ്കിലും ഇത് കേട്ടിട്ടാണോ എന്നറിയത്തില്ല, അതൊന്നും വക വയ്ക്കാതെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഓർക്കാതെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇവർ വീണ്ടും കേസ് കൊടുക്കാൻ പോയി. അങ്ങോട്ട് നേരെ എറണാകുളത്ത് പോയി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞു, ഇവന്മാരെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകാർ പറഞ്ഞ് പറ്റിച്ചിട്ട് അങ്ങനെ ആയിരിക്കണം പോയി കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നെ ഈ അപ്പം അതിനെക്കുറിച്ച് വിഷയം വന്നു, പിന്നെ ചാനലുകാരത് ഏറ്റെടുത്തു, ഇവരുടെ വിഷയം കണ്ടു. പിന്നെ നമുക്കറിയാം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ നവംബറിലോ ഒക്ടോബറിലോ കണ്ടാണ് ഈ പൈസ ഈ ഹൈറിച്ചിൽ സ്പെൻഡ് ചെയ്തത്. അതിൻ്റെ പിറ്റേ മാസമോ തന്നെ ഇത് ഫ്രീസായി, ഈ കമ്പനിയുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസായി. അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെ പൈസ കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അതും എന്താണോ ഹൈറിച്ച് കൊടുക്കേണ്ടത് അവർക്ക് ഹൈറിച്ചിന് അതിന് ഒരു റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഫ്രീസാണ്. അപ്പം എന്നിട്ട് ഇവർ പോയിട്ട് ഈ എറണാകുളത്ത് പോയി കൊടുത്തു. അപ്പോൾ അത് ചാനലുകാരെല്ലാം വന്നു അത് ഹൈറിച്ചിന് ഭയങ്കര മോശമാക്കുന്ന രീതിയിൽ ഈ ചാനലുകാരെല്ലാം ഇവരുടെ ഈ കഷ്ടപ്പാടും ഒക്കെ കാണിച്ച് ഇവരൊക്കെ മുമ്പിൽ വൈക്കും കൊടുത്ത്, പിന്നെ ഇവർ പറയുന്നതും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എല്ലാ ചാനലും വാർത്ത കൊടുത്ത് വലിയ വൈറലാക്കി. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ കമ്പനി പറ്റിച്ചോന്നല്ല, കാര്യം നമുക്കറിയാം. ഇതിപ്പോൾ എല്ലാവരും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ സ്ത്രീയെ ചേർത്ത ആളും അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അതേപോലെ ഇവർക്കും കിട്ടട്ടെ എന്നുള്ള ഇതിൽ തന്നെയാണ് ആ ലേഡിയെ ചേർത്തത്. അവരുടെ വയ്യാകിയൊക്കെ കണ്ടിട്ട് അവരുടെ കുറേ പൈസ കൊണ്ട് അടിച്ചുകൊണ്ട് ഏതെങ്കിലും നാട് വിട്ടു പോകുമെന്നല്ല ചെയ്തത്. അത് അവർക്കും വരുമാനം കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിൽ ജോയിൻ ചെയ്യിച്ചത്. അപ്പോൾ പക്ഷേ ഇങ്ങനൊരു അവസ്ഥ വന്നു, അതുകൊണ്ട് അവർക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവർക്ക് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതും കേൾക്കാതെ വേഗം പോയി അടുത്ത കേസിന് വേണ്ടി ഓടി. അപ്പോൾ പിന്നെ അതിന് പിന്നെയും ആ സെറ്റിൽമെൻറ്റിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യം ആർക്കില്ല, ഈ ഹൈറിച്ചിൽ ഇതിന് പറഞ്ഞവർക്കില്ല. കാരണം ഇനി കേസിൻ്റെ പുറകെ പോട്ടെ എന്ന് ചിന്തിക്കുക, അതല്ലേ വേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ പോലീസ് ചെയ്ത് വളരെ ഉത്തരവാദിത്തമുള്ള, കാരണം അവർക്കറിയാം ഈ ലേഡിയുടെ ഈ വയ്യായികയ്ക്ക് കാരണം ഈ പ്രശ്നത്തിന് കാരണം ഇവർക്ക് പൈസ കിട്ടുക എന്നുള്ളത്, അവർക്ക് അല്ലാണ്ട് ഹൈറിച്ചിനെതിരേക്ക് ഒരു കേസ് കൊടുക്കുക എന്നുള്ളതല്ല ഒരു കേസ് എക്സ്ട്രാ ആഡ് ചെയ്യുക എന്നുള്ളതല്ല വിഷയം. പക്ഷേ ഈ നെഗറ്റീവ് ഗ്രൂപ്പുകാരുടെ വിഷയം, ഈ ലേഡിയെ ഇവർ ഉപയോഗിക്കുന്നത്, ഇവർ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും പിടിച്ചത്, ഞാനിപ്പോഴും അവരുടെ വോയിസൊക്കെ ഉണ്ട്, ഈ ഹൈറിച്ചോളികൾ എന്നൊക്കെ ആൾ വിളിക്കുന്ന ഇപ്പോഴും അവരുടെ ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ലേഡിയെ യൂസ് ചെയ്ത് ഒരു കേസ് ഉണ്ടാക്കുക. ഇതിൻ്റെ ഇപ്പോഴും ഈ ലേഡി ഇങ്ങനെയുള്ള കുറച്ച് 1-2 പേരെ ഉള്ളൂ ഇവർക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹൈറിച്ചിന് എതിരെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ നസീറിൻ്റെയൊക്കെ പ്രധാന വിഷയമാണ് ഈ പുള്ളിക്കാരി. നസീറിൻ്റെയൊക്കെ ഇപ്പോഴും നസീറിൻ്റെ കൂയമ്മിൽ കടന്നിട്ട് ഡയലോഗ് അടിക്കണമെങ്കിൽ നസീറിൻ്റെ കൂയമ്മിലോട്ട് വരാനുള്ള പ്രധാന കാരണം നസീറിന് ഈ ലേഡിയാണ്. അത് എന്നോടും ഇയാൾ പറഞ്ഞതാണ്. അപ്പം അതിൻ്റെയൊക്കെ വിഷയമൊക്കെ ഇതാണെന്ന് ഇവർക്കും അറിയാം. ഇങ്ങനെ ഇത്ര അടുത്ത് ഫ്രീസായതാണ്, ഇങ്ങനെയൊക്കെ സംഭവം, അതുകൊണ്ടാണ് ഇവർക്ക് പൈസ ഒന്നും കിട്ടാതിരുന്നത് എന്നൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ അതൊന്നും ഈ ലേഡിയോട് ഇവരും പറയില്ല. എന്നാൽ അവർക്ക് അതും അങ്ങനെ മനസ്സിലാക്കിച്ചാൽ അത് ഇവരുടെ മനസ്സിലെ ഈ കുൽസിത പരിപാടി ഇവർക്ക് മനസ്സിലായാലോ, ഈ ലേഡിക്ക് മനസ്സിലായാൽ പ്രശ്നമാണ്. മനസ്സിലാവാൻ പാടില്ല. കാരണം അവരെ ഒരു ഇരയാക്കി മുമ്പിൽ നിർത്തണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവരെ അതിലിങ്ങനെ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഈ ലേഡിയോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ, യുവന്മാരുടെ ഉദ്ദേശം ഇത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്രയും നാളായി ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ കിടക്കുന്നു, നിങ്ങൾക്ക് ഇത്രയും വലിയ വയ്യാകിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവന്മാർക്കറിയാം. ഇവന്മാരെല്ലാം ഗൾഫിലും മറ്റിടത്തും മറിച്ചിടത്തും ഇറ്റലിയിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഇവന്മാർ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ജീവിക്കുന്ന ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ നല്ല കാശ് കിട്ടുന്ന ആൾക്കാരല്ലേ. നിങ്ങൾക്ക് എത്ര രൂപ ഈ നിങ്ങളുടെ വിഷമം കണ്ടിട്ട് ഇവർ ഇതുവരെ തന്നു എന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്ര മാസമായിട്ട് എന്തൊക്കെ എനിക്കറിയത്തില്ല എന്നെങ്കിൽ തന്നോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട് ചോദിക്കുന്നത്. നച്ചീറ നീ വല്ലതും കൊടുത്തോ അറിയത്തില്ല. അപ്പം ഇതാണ് വിഷയം. പിന്നെ മാത്രമല്ല മനോരമ ന്യൂസിൻ്റെ കാര്യം, ഈ ന്യൂസ് ഹൈറിച്ചിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കേണ്ട, അവരെ ഈ കോടതിയിൽ വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു വാർത്തയാണ് അവരിപ്പോൾ കൊടുത്തേക്കുന്നത്. കാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന റിയലിസ്റ്റിക് അല്ലാത്ത വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അതിൽ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4 മാസമായിട്ട് ഇവർ പിന്നെ ഈ പൈസ കിട്ടാതെ വെയിറ്റ് ചെയ്യാന്ന്.
അത് റിപ്പോർട്ടർ അയാളുടെ പണി ജേർണലിസം ആണെങ്കിൽ, അയാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ജേർണലിസം, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഈ ജേർണലിസം എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികേട് പഠിപ്പിക്കുന്നതാണെന്ന് ഇപ്പോൾ ഇവരുടെയൊക്കെ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഇപ്പോൾ ആ ലേഡിയുടെ വിഷയമാണെങ്കിൽ ആ ലേഡി പറയുന്ന ഒന്നും അതിനകത്ത് വരുന്നില്ല. അവരുടെ കുറേ വിഷ്വൽ, അവരുടെ ആ വയ്യായികയൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ച് അതിനെയൊക്കെ മുതലാക്കി ആ വാർത്തയ്ക്ക്, അതൊക്കെ ഇവന്മാർ ഈ നെഗറ്റീവ് ടീം ഈ റിപ്പോർട്ടറെ കൊണ്ടും ഈ ക്യാമറാമാനോട് കൃത്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചതാണെന്ന് അത് ആ വാർത്ത കണ്ടാൽ അറിയാം. ഇത്രയും വൃത്തികെട്ട ഒരു വാർത്താ മെൻറ്റാലിറ്റി, ഒരു വാർത്ത എത്ര റെസ്പോൺസിബിളായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതിന് അതിൻ്റെ യാതൊരു എത്തിക്സും പരിഗണിക്കാതെയുള്ള വാർത്ത കൊടുക്കലൊക്കെയാണ് ഇവന്മാർ ചെയ്യുന്നത്. കാരണം ആ ലേഡിയുടെ ആ വയ്യായികയ്ക്ക് ആ കാലിൻ്റെയൊക്കെ പ്രശ്നത്തെയൊക്കെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ സൂം ഇങ്ങനെ കാണിച്ച് അവരുടെ മുഖം പോലും കാണിക്കുന്നില്ല. എന്നിട്ട് അവരുടെ ഈ വയ്യാകെ ഇങ്ങനെ കാണിക്കും. എന്തിനാണോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യാവോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇങ്ങനെയൊക്കെയാണോ നിനക്കൊക്കെ ഒരു വീഡിയോയ്ക്കൊക്കെ ഒരു ആളെ കാണിപ്പിക്കാൻ വേണ്ടി ഇത്ര നികൃഷ്ടമായ മെൻറ്റാലിറ്റി വെച്ചോണ്ടിരിക്കാൻ പാടില്ല? ആ ലേഡിക്ക് ഇതൊന്നും അറിയത്തില്ല. നിങ്ങളുടെ ഈ നികൃഷ്ടത, ഈ ഒരു മനസ്സിലെ നികൃഷ്ടമായ, അവരുടെ വിചാരം അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി സെറ്റിൽ ചെയ്ത് അവർക്ക് ഈ വരുമാനം പൈസ അവർക്ക് സ്പെൻഡായ, അവർക്ക് നഷ്ടപ്പെട്ട പൈസയ്ക്ക് ഒരു പരിഹാരം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ഈ ഹൈറിച്ചിലുള്ള ആളുകൾ ചെയ്ത പ്രവൃത്തിയെ വരെ അവർ നെഗറ്റീവായി കാണിച്ച് അതിനെതിരെ വാർത്ത കൊടുപ്പിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാത്രമല്ല, ഒരു 10 രൂപ പോലും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. പിന്നെയും ഇവർ, എനിക്കറിയത്തില്ല അവരെന്തിനു വേണ്ടിയാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്, ഇവന്മാരുടെ പുറകെ നടക്കുന്നത്. അപ്പം ഈ ചാനലിലെ വാർത്തയിൽ അവർ പറയുന്നത് 6 മാസമായിട്ട് പൈസ കിട്ടിയിട്ടില്ലെന്ന. അപ്പോൾ അത് ഒരു ഫേക്ക് ന്യൂസാണ്. ആ ഫേക്ക് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇവർ പൈസ ഹൈറിച്ചിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഈ ഒക്ടോബർ നവംബർ ആ മാസത്തിൽ എപ്പോഴാണ്. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ബാങ്ക് ഫ്രീസായി നിയമ നടപടികളിലാണത് ഉള്ളത്. അതായത് കേസിൽ പെട്ട് ഫ്രീസായി കിടക്കുന്ന ഒരു കാര്യം ആ റിപ്പോർട്ടർ കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ മനസ്സിലാക്കിയാൽ, അത് അന്വേഷിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു ഇതുകൊണ്ടാണ് ഇവർക്ക് ഒന്നും കിട്ടാത്തതെന്ന്. അപ്പോൾ 6 മാസമായി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫ്രീസായി കിടക്കുന്ന ബാങ്കിലെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 6 മാസമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല, പറ്റിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ വാർത്ത ഒരു പറ്റിക്കലാണ്. ആ വാർത്ത മനോരമ ന്യൂസ് കാണിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേടാണ്. അതിലെ വിഷ്വൽസും വൃത്തികേടാണ്. അത് വിഷ്വൽസ് വൃത്തികേടാണെന്നല്ല, ആ വിഷ്വൽസ് അവരുടെ അവസ്ഥയെ മുതലാക്കാൻ വേണ്ടി കൊടുക്കുന്ന വിഷ്വലാണ്. അവരതിൽ റിപ്പോർട്ടർ പറയുന്ന വാർത്തയ്ക്കുള്ള റീസൺ അടിസ്ഥാനരഹിതമാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ തരം വാർത്തകളിലൂടെയും ഈ തരം റിപ്പോർട്ടിങ്ങിലൂടെയും ഈ തരം കേസെടുക്കലിലൂടെയും ഈ തരം ഫൈൻഡിങ്സ്, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാത്രം ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുന്ന ഈ തരം ആളുകളുടെ ഇതുകൊണ്ടാണ് ഈ ഹൈറിച്ചിന് ഈ വിഷയം. അല്ലാതെ ഹൈറിച്ച് ചെയ്ത കുറ്റം കൊണ്ടല്ല ഈ വിഷയം. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാത്രം വാർത്ത കൊടുത്ത് ശീലിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാത്രം ഒരു കേസിനെ റെസ്പോണ്ട് ചെയ്യുന്ന നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഈ സമീപനമാണ് ഈ ഹൈറിച്ചിൻ്റെ വിഷയത്തിൽ ഉള്ളത്. അത് ഞാൻ എപ്പോഴും പറയും, ഇനിയും പറയും. അപ്പം ഇങ്ങനൊരു വാർത്തയെക്കുറിച്ച്, ഇങ്ങനെ വാർത്ത യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. തികച്ചും ഇല്ലീഗൽ ആയിട്ടുള്ള, ഒഫൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത്. കാരണം റിയൽ ആയിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് അവിടെ ആ വാർത്ത കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു മനോരമ ന്യൂസ് പോലെ ഒരു ചാനലൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പം 10,000 ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വാർത്ത വഴി തെറ്റിദ്ധാരണ പരത്തിച്ച് ഈ കള്ള വാർത്ത കൊടുത്ത്, കള്ളവാർത്തയാണത്. കാരണം ഫ്രീസ് ചെയ്ത ബാങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് അവർ കൊടുത്ത വാർത്ത തെറ്റാണ്. അപ്പോൾ തെറ്റായ വാർത്ത കൊടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ചാനലിനെതിരെ റെസ്പോൺസ് ചെയ്യേണ്ടത് ഹൈറിച്ചിലുള്ള ഉത്തരവാദികളുടെ ചെയ്യേണ്ടതാണ്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ. ലേഡി, ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഇതിന് നിൽക്കണ്ട. ഇവന്മാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവന്മാർ തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. തരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് വഴി നിങ്ങൾക്ക് അവന്മാരുടെ ഗ്രൂപ്പിലൂടെ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷം. അങ്ങനെയെങ്കിലും ഇവന്മാർ വൃത്തികെട്ടന്മാരാണെങ്കിലും അവന്മാരുടെ മെൻറ്റാലിറ്റിയും സമീപനവും അവന്മാരുടെ മനസ്സിലിരിപ്പും വൃത്തികേടാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടി, ആ വൃത്തികേട് ചെയ്യാനുള്ളൊരു കാരണമായിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നുള്ളത് ആണ് മനസ്സിലാവുന്നതെങ്കിൽ, അല്ല ശരി യഥാർത്ഥമെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.